US നിർമ്മിത യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം ഗസയിൽ നടത്തുന്നത് യുദ്ധക്കുറ്റമാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ അയക്കുന്നത് US അവസാനിപ്പിക്കണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ USA എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ ഒബ്രിയൻ ആവശ്യപ്പെടുന്നു. ഇസ്രായേൽ സൈന്യം യുദ്ധക്കുറ്റമാണ് നടത്തുന്നതെന്ന് തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇസ്രായേൽ സേനയ്ക്ക് $26.38 ബില്യൺ സൈനിക സഹായം നൽകാനുള്ള US ബില്ലിനെതിരെ വോട്ട് ചെയ്ത കോൺഗ്രസിലെ 37 അംഗങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. UK ആസ്ഥാനമായി മനുഷ്യാവകാശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇതിനു മുൻപും ഇസ്രായേലിന്റെ ക്രൂരതകൾക്കെതിരെ ആംനസ്റ്റി രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഗസയിൽ ഇസ്രായേൽ മാനുഷിക നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ആംനസ്റ്റി ആരോപിച്ചിരുന്നു. വംശീയ അധിനിവേശവും അതേ തുടർന്ന് ദീർഘകാലമായി നടക്കുന്ന യുദ്ധക്കുറ്റങ്ങളും ക്രൂരതകളുമാണ് ഇസ്രായേൽ ഫലസ്തീൻ ജനതയ്ക്ക് മേൽ തീർക്കുന്നതെന്നും ആംനസ്റ്റി വിമർശിച്ചിരുന്നു. എന്നാൽ ആംനസ്റ്റിയുടെ നിലപാട് പക്ഷാപാതപരമാണെന്നും യഹൂദ വിരുദ്ധതയാണെന്നുമാണ് ഇസ്രായേൽ അന്ന് പ്രതികരിച്ചത്. ഇസ്രായേലിന് അയൺ ഡോം മിസൈൽ സംവിധാനങ്ങളും മറ്റ് ആയുധങ്ങളും സംഭരിക്കുന്നതിനാണ് US സഹായം നൽകുന്നത്. ഇസ്രായേലിന് പുറമെ യുക്രൈൻ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കും സൈനിക സഹായവും US കൈമാറും. മൊത്തം 9,500 കോടിയുടെ സൈനിക സഹായം നൽകാനുള്ള ബില്ലാണ് US സെനറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. റഷ്യയുമായി 790 ദിവസമായി യുദ്ധം തുടരുന്ന യുക്രൈനാണ് ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുക. $61 ബില്യൺ ആയിരിക്കും നൽകുക. അതേസമയം ഗസയിൽ 7 മാസത്തിലേറെയായി മനുഷ്യക്കുരുതി തുടരുന്ന ഇസ്രായേലിന് $2,600 കോടി നൽകുന്നത്. ചൈനയ്ക്കെതിരായ നീക്കങ്ങൾക്ക് വേണ്ടി തായ്വാന് $812 കോടി സൈനിക സഹായമാണ് US വിതരണം ചെയ്യുക. സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ഗസയടക്കമുള്ള മേഖലയിൽ സംഘർഷത്തിന് ആക്കം കൂട്ടുന്ന ഇടപാടുകളാണ് US നടത്തിവരുന്നത് എന്ന വിമർശനവും വ്യാപകമാണ്. ഇസ്രായേൽ, ഇറാൻ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര പോരിന് പിന്നാലെ ഇസ്രായേലുമായി US ആയുധ ഇടപാട് നടത്തുമെന്ന റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇറാനുമായുള്ള സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചുള്ള ഇടപാടിൽ ടാങ്ക്, വെടിമരുന്ന്, സൈനിക വാഹനങ്ങൾ, മോർട്ടാർ റൗണ്ടുകൾ എന്നിവ ഉൾപ്പെടെയാണ് നൽകുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗസയിലെ ആക്രമണത്തിനായി ഇസ്രായേലിന് ഇതിനു മുൻപും വലിയ തോതിലുള്ള സൈനിക ആയുധ സഹായം അമേരിക്ക നൽകിയിട്ടുണ്ട്. എന്നാൽ വിഷയത്തിൽ ഇസ്രായേലിന് പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച US ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം കടുപ്പിക്കുകയാണ്. ഇറാനുമായി ഏതെങ്കിലും രീതിയിലുള്ള വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും US പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം ഗസയിൽ വംശഹത്യ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തുടരുന്ന ക്രൂരത 200 നാൾ പിന്നിടുമ്പോൾ 36,000 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഗസയെ കൂടുതൽ ചോരയിൽ മുക്കാൻ റഫേലും കരയാക്രമണത്തിന് ഇസ്രായേൽ ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ 3,80,000 വീടുകളാണ് മണ്ണോട് ചേർന്നതെന്നാണ് കണക്ക്. സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ആരാധനാലയങ്ങളും പൈതൃക സ്ഥാപനങ്ങളും ആശുപത്രികളുമെല്ലാം ഇസ്രായേൽ തകർത്തു കളഞ്ഞവയിൽ ഉൾപ്പെടും.